വെൽക്കം ടു അവർ ചാനൽ എൻ്റെ ലോകം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ വീഡിയോ ആണ്. ഇപ്പോൾ പലർക്കും സംശയങ്ങൾ ഉണ്ടാവും, ഓൺലൈനിൽ നിന്ന് നമ്മൾ ഓരോ പ്രോഡക്ട്സ് വാങ്ങുമ്പോൾ അത് നല്ലതായിരിക്കുമോ, അതിനെന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടാവും, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. എന്തായാലും ഞാൻ ഇപ്പോൾ മിക്ക സാധനങ്ങളും ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്യാറ്. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോഴും അങ്ങനെ പുറത്തു പോയി നമ്മുടെ എന്താ പറയുക ഓരോ ഷോപ്പിലും കയറി നോക്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അധികവും മിക്ക സാധനങ്ങളും ഓൺലൈനായിട്ടാണ് വാങ്ങാറ്. നമ്മൾ ഓഫറുള്ള സമയമൊക്കെ നന്നായിട്ട് നോക്കി വാങ്ങുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ലാഭത്തിന് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഓരോ പ്രോഡക്ട്സും പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ ഈ ഓഫർ ദിവാലി ഒക്കെ ഓഫർ കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളുമാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഞാൻ മെയിൻ ആയിട്ടും വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. പിന്നെ ആമസോണും ഉണ്ട്, അതുപോലെ തന്നെ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റും ഉണ്ട്. അങ്ങനെ മൊത്തം പ്രോഡക്ട്സും ഞാനിന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാത്തിന്റെയും പൈസ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. പക്ഷെ ഓഫറുള്ള സമയത്തുള്ള വിലയേക്കാൾ ഇപ്പൊ എന്തായാലും കൂടിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തായാലും ഓഫറുള്ള ടൈം നോക്കി വാങ്ങാം. പിന്നെ അതുപോലെ തന്നെ ചില പ്രോഡക്ട്സ് ഒക്കെ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. ഓക്കെ, എന്തായാലും അതൊക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അടുക്കളയിൽ വേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുക്കളയിലുള്ള സാധനങ്ങൾ തൊട്ട് തുടങ്ങാം. അതാണ് ഞാൻ അടുക്കളയിൽ നിന്ന് തന്നെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് നോക്കാം. ചിലതൊക്കെ ഞാൻ കുറച്ച് എനിക്ക് തോന്നുന്നു 1 മാസത്തോളം യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. എന്തായാലും ഞാൻ ഓരോന്നിന്റെ കാര്യങ്ങൾ എനിക്കുള്ള അനുഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് പ്രോഡക്ട്സ് വാങ്ങുമ്പോൾ റിവ്യൂസ് നോക്കുക. കൂടുതലും ചിലവർ വാങ്ങിയിട്ടുള്ളതിന്റെ ഒറിജിനൽ ഫോട്ടോ ഒക്കെ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക, റിവ്യൂസ് നോക്കുക, പിന്നെ കസ്റ്റമർ റേറ്റിംഗ് നോക്കുക. ഞാൻ അങ്ങനെയൊക്കെയാണ് നോക്കിയിട്ട് വാങ്ങാറുള്ളത്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് റിട്ടേൺ പോളിസി ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റും. അതിന് പകരമുള്ള വാങ്ങാൻ പറ്റും. ഇനി പകരം വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് നമുക്ക് തിരിച്ച് അക്കൗണ്ടിലേക്ക് വരുത്തിക്കേണ്ട സംവിധാനമുണ്ട്. അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഓൺലൈൻ പർച്ചേസ് അത്ര വലിയ പ്രശ്നമൊന്നുള്ള കാര്യങ്ങളായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നമുക്ക് വിശ്വസിക്കാവുന്ന സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പൊ എന്തായാലും എല്ലാം നോക്കിയും കണ്ടും ഓക്കെ ആയിട്ട് നിങ്ങൾ വാങ്ങാം. അപ്പൊ ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. അപ്പൊ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഒരു ഇലക്ട്രിക് കെറ്റിലാണ്. ഇത് പീജിയന്റെ ഇലക്ട്രിക് കെറ്റിലാണ്. നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് ചായയൊക്കെ വെക്കണമെങ്കിൽ, പിന്നെ അഥവാ ഗ്യാസ് തീർന്നെങ്കിൽ പെട്ടെന്ന് ചായയൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് കറണ്ട് ഉപയോഗിച്ച് നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇലക്ട്രിക് കെറ്റിലാണ്. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 1 മാസത്തോളായി. വളരെ നല്ലൊരു ഇലക്ട്രിക് കെറ്റിലാണ് പീജിയൻ്റെത്. പിന്നെ ഞാൻ വാങ്ങുമ്പോൾ ഇതിന് 500 and something ആയിരുന്നു. ഇപ്പൊ എത്രയുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞാൻ പറഞ്ഞ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ഇതാണ് ഇലക്ട്രിക് കെറ്റിൽ. ഇതില് 1.5 ലിറ്റർ വെള്ളമാണ് കൊള്ളുന്നത്. അവരെങ്ങനെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഇവിടെയൊക്കെ ഒരു പ്ലാസ്റ്റിക് ഫൈബർ അങ്ങനെയുള്ള പിടിയൊക്കെയാണ്. അപ്പൊ പിന്നെ കെറ്റില് ചൂടാകുമ്പോൾ നമുക്ക് കൈയൊന്നും പൊള്ളുവൊന്നുമില്ല. അപ്പൊ ഇതിനിങ്ങനെ ഒരു മൂടിയൊക്കെ ഉണ്ട്. ഇത് തുറന്ന് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് കണ്ടോ, ഇതിൽ വെള്ളം ഒഴിക്കും. എന്നിട്ട് അതായത് ഇവിടെ മാക്സിമം വെള്ളം ഒഴിക്കേണ്ടതൊക്കെ ഇവിടെ ഇവര് കാണിച്ചിട്ടുണ്ട്. ഇത്ര വരെ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ കറണ്ട് പോയി. അപ്പൊ കറണ്ട് പോയി, എന്നാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു, വെളിച്ചുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ പറയാം. അപ്പൊ ഇതാണ് ഇലക്ട്രിക് കെറ്റില്. ഇത് എന്നിട്ടിതാ ഇതുപോലുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പൊ ഇത് നമ്മള് പ്ലഗിൽ കുത്തും. എന്നിട്ട് ഇതിന്റെ മുകളില് നമ്മൾ ഇതിൽ വെള്ളം നിറച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇലക്ട്രിക് കെറ്റിൽ. ഇത് പീജിയന്റെ ഇലക്ട്രിക് കെറ്റിലാണ്. ഇത് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിലെ വെള്ളമൊക്കെ നമുക്ക് തിളച്ച് കിട്ടും. അപ്പൊ ഇപ്പൊ ഞാൻ വെള്ളമൊക്കെ തിളപ്പിക്കുന്നത് ഇതിലാണ്.
അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഐറ്റം. ഇത് നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മള് ഇവിടെ ഒരു സ്വിച്ചും ഉണ്ട്, കണ്ടോ? ഇങ്ങനെ ചെയ്താൽ ഇത് ഓൺ ആവും. ഇത് വെള്ളം തിളക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവും. അപ്പൊ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് കത്തും. അപ്പൊ ഇതാണ് ഒന്നാമത്തെ പ്രോഡക്റ്റ്, ഇലക്ട്രിക് കെറ്റിൽ. അപ്പൊ അടുത്തതായിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ പിയേഴ്സിന്റെ സോപ്പാണ്. ഇതും നമ്മുടെ ഓഫർ സമയത്ത് നല്ല വിലക്കുറവുണ്ടായിരുന്നു. അപ്പൊ ഇതില് 4 എണ്ണം, ഇതൊരു കോംബോ ഓഫർ ആണ്. ബൈ 3 get 1 free എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോംബോ ബോക്സ് ആണ്. അപ്പൊ ഇതില് 4 സോപ്പാണ് ഉണ്ടാവുക. ഇതിൽ ഓൾറെഡി ഞാൻ 1 യൂസ് ചെയ്ത് തുടങ്ങി, പിന്നെ 3 എണ്ണ ഉള്ളത്. അപ്പൊ ഒരു സോപ്പ് എന്ന് പറഞ്ഞാൽ 125 ഗ്രാം ആണ്. അപ്പൊ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന വില എന്തായാലും ഓൺലൈനിൽ ഇല്ല. ഇതും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ പ്രോഡക്റ്റ്. അടുത്തത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് മിൽക്ക് പൗഡർ ആണ്. അതായത് നമുക്കിപ്പോ നമ്മുടെ നാട് ഒരു ഗ്രാമൊക്കെ ആയതുകൊണ്ട് 1 kg പാക്ക് ഒന്നും നമുക്ക് ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊന്നും കിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കൊണ്ട് ഇരിക്കാതെ ഇപ്പം 1 കിലോയുടെ ഒക്കെ പാക്കറ്റ് വാങ്ങിക്കൊണ്ടേക്കുവാണെങ്കിൽ കുറച്ച് കാലം ഇരിക്കും. അപ്പൊ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് എവരിഡേയുടെ മിൽക്ക് പൗഡർ ആണ്. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് തുടങ്ങി. അതാണ് 4 പാക്കറ്റ്. എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഞാൻ ഓൺലൈനിൽ തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. അവരുടെ സ്റ്റിക്കറൊക്കെ ഉണ്ട്. അപ്പൊ ഇതും നല്ലൊരു പാക്കേജിങ്ങിലൊക്കെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കവർ പൊട്ടിയിട്ടോ ഒന്നും തന്നെ ഡാമേജ് ഒന്നും തന്നെ ആയിട്ടുണ്ടായിരുന്നില്ല. ഇത് എനിക്ക് തോന്നുന്നു 2-3-4 പ്രാവശ്യമായി ഞാൻ ഈ മിൽക്ക് പൗഡർ വാങ്ങാൻ തുടങ്ങിയിട്ട്. നല്ലതാണ്, നമുക്കിത് ഓൺലൈനിൽ ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. ഇതിന്റെ റിവ്യൂസ് നോക്കിയപ്പോഴും നല്ല റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പം ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. പിന്നെ ഞാൻ മീഷോ എന്ന ആപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ ഫ്ലിപ്കാർട്ടിലും ഉണ്ട്, എങ്കിലും മീഷോന്ന് എനിക്ക് കുറച്ച് കുറഞ്ഞതായിട്ട് തോന്നിയപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. സ്റ്റീൽ കപ്പാണ്, നമ്മൾ ചായയൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിന്റെ കപ്പാണ്. ഗ്ലാസിന്റെ കപ്പ് ഇവിടെ ഉണ്ട്, പക്ഷെ എന്റെ കയ്യിൽ നിന്ന് എപ്പോഴും താഴെ വീഴുന്നൊരു സ്വഭാവമുണ്ട്. അങ്ങനെ ഗ്ലാസിന്റെ കപ്പ് പൊളിഞ്ഞ് എപ്പോഴും എനിക്ക് ചീത്തയേക്കാറാണ് പതിവ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു സ്റ്റീലിന്റെ കപ്പ് വാങ്ങാം. അങ്ങനെയാകുമ്പോൾ ഇത് താഴെ വീണാൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ സ്റ്റീലിന്റെ കപ്പ് വാങ്ങിയത്. ഇവര് ഇതിൽ 250 ml കൊള്ളും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെങ്കിൽ 125 ml മാത്രമേ ഇതിൽ കൊള്ളുള്ളൂ. എന്നാലും കുഴപ്പമില്ല. ഇവിടെ സ്ട്രോങ് ചായയൊക്കെ ആയതുകൊണ്ട് ഇത്ര മതി, ഇത്രേ കുടിക്കണ്ടു. അത്യാവശ്യം നമുക്ക് വേണ്ട ചായയൊക്കെ ഇതിൽ കൊള്ളും. അപ്പൊ ഇതിന്റെ ഒരു 6 എണ്ണമാണ് ഉള്ളത്. ഇതുപോലുള്ള 6 കപ്പാണ് ഉണ്ടാവുക. ഇതിന് 500 സംതിങ് ആ ഒരു റേറ്റിലായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിന് ഇവിടെ ഒരു ലെയറും അതുപോലെ തന്നെ ഉള്ളിൽ ഒരു ലെയർ പോലെയൊക്കെ ഉള്ളത് കൊണ്ട്, കുറച്ച് കട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ചൂട് ചായ എടുത്താലും അങ്ങനെ കൈ പൊള്ളുമൊന്നുമില്ല. നല്ല കംഫർട്ടാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള വേറൊരു പ്രോഡക്റ്റ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ പ്രഷർ കുക്കർ ആണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രഷർ കുക്കർ ആണ്. ഞാൻ ഇതിന് പുറത്തൊക്കെ അന്വേഷിച്ചപ്പോൾ നല്ല റേറ്റ് ഉണ്ടായിരുന്നു, 2000 സംതിങ് റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോ ഞാൻ വാങ്ങിയിട്ടുള്ളത് ബട്ടർഫ്ലൈയുടെ പ്രഷർ കുക്കർ ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പൊ ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 2637 രൂപയാണ് ഇതിന്റെ പ്രിന്റഡ് പ്രൈസ് എന്ന് പറഞ്ഞാല്. പക്ഷെ ദിവാലി ഓഫറിന്റെ സമയത്താണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് 1200 രൂപയ്ക്കാണ് ഈ പ്രഷർ കുക്കർ കിട്ടിയിട്ടുള്ളത്. അലൂമിനിയം അലൂമിനിയം പ്രഷർ കുക്കർ ഒന്നും ഇപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്നത് നല്ലതല്ല എന്നൊക്കെ കേട്ടപ്പോ എനിക്ക് തോന്നി എന്തായാലും സ്റ്റീലിന്റെ ഒരു പ്രഷർ കുക്കർ വാങ്ങാന്ന്. അങ്ങനെയാണ് ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഇത് 3 ലിറ്റർ പ്രഷർ കുക്കർ ആണ്. ബട്ടർഫ്ലൈയുടെ 3 ലിറ്റർ പ്രഷർ കുക്കർ ആണ്. നല്ല സൂപ്പർ പ്രൊഡക്റ്റ് ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്, നല്ല പ്രോഡക്റ്റ് ആണ്. നല്ല കട്ടിയൊക്കെ ഉണ്ട് ഈ കുക്കറിന്. പിന്നെ അതുപോലെ തന്നെ
ഇതിന്റെ വാറന്റി കാർഡും ഒക്കെ തന്നെ ഇവര് ഇതിന്റെ കൂടെ തരുന്നുണ്ട്. അപ്പോൾ ഇത് 1200 രൂപയ്ക്കാണ് ഞാൻ ഈ കുക്കർ വാങ്ങിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അതിനുശേഷം നോക്കിയപ്പോൾ ഒരു 1400 രൂപയ്ക്കൊക്കെയാണ് കിടക്കുന്ന കണ്ടത്. ഇപ്പൊ എത്രയുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഓഫർ സമയത്തൊക്കെ വാങ്ങുവാണെങ്കിൽ നല്ല ലാഭം തന്നെ ആയിരിക്കും. വേറെ അങ്ങനെ ഒരു കുഴപ്പമില്ല, നല്ല പ്രോഡക്റ്റ് ആണ്. ഒരു വരയും അങ്ങനെ ഡാമേജ് ഒന്നും തന്നെ ഇല്ല. വളരെ നന്നായിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ ഇതാണ് മറ്റൊരു ഐറ്റം. അപ്പൊ ഇത്രയും അടുക്കള സാധനങ്ങളാണെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഒന്നും വിട്ടുപോയില്ലെന്ന് തോന്നുന്നു. ഇനി ബാക്കിയുള്ളത് കൂടെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഒരു എന്തായിരുന്നു ഇതിന് പറയാ, എക്സ്റ്റൻഷൻ ബോക്സ്. ഇത് GM എന്ന കമ്പനിയുടെ ഒരു എക്സ്റ്റൻഷൻ ബോക്സ് ആണ്. അത് ഫ്ലെക്സ് ബോക്സ് ആണ്. GMന്റെ ഫ്ലെക്സ് ബോക്സ് ആണ്. കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഇവിടെ കുറച്ചൊരു നമ്മുടെ ഈ ബോഡിക്ക് കുറച്ചു ഒരു എന്താ പറയാ കട്ടി കുറവ് പോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ വേറെ പ്രശ്നമൊന്നും ഇല്ല. ഏകദേശം ഒരു 1-2 ആഴ്ചയിലധികമായി ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാൻ കുറേ നാളായിട്ട് കാർട്ടിലിട്ടിട്ട് വാങ്ങണോ വേണ്ടയോ എന്ന് വിചാരിച്ചിരുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇതാണ് അടുത്ത ഐറ്റം. ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആണ്. മിൽട്ടൻ്റെതാണ്. നല്ല പ്രോഡക്റ്റ് ആണ്, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. മിൽട്ടന്റെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. നമുക്ക് നമ്മുടെ ഗുളിക, പിന്നെ എന്തെങ്കിലും ബാം, തൈലം എന്തും നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കിട്ടണമെങ്കിൽ ഇതുപോലൊരു ബോക്സിൽ ഇട്ട് വെക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ ഒരു ബോക്സ് വാങ്ങണം. അപ്പൊ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ഗുളികയും ഒക്കെ വെക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലും ഞാനിപ്പോ ഇതിൽ എന്തൊക്കെയോ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്, നല്ല റേറ്റും ആണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതാ ഇങ്ങനെ വെച്ച് ഇത് നമ്മളിങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ അമർത്തി കൊടുക്കാം. പിന്നെ ഇതിന്റെ മുകളില് ഇതുപോലെ പിടിക്കേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. ഇതിന്റെ സൈസും ഇത്രയുണ്ട്. നമുക്ക് കുറെ സാധനങ്ങൾ ഇതിൽ വെക്കാം. അപ്പൊ ഇതും നല്ല റേറ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങുമ്പോൾ 150 റുപ്പി ആയിരുന്നു. ഇതിന് ഓഫറിലാണ് കിട്ടിയത്. ഇതും ഞാൻ ഓഫറിലെ സമയത്ത് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് നല്ലൊരു ഐറ്റം ആണ്. ഐറ്റം ഞാൻ നേരത്തെ വ്ലോഗിൽ കാണിച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഒരു ചെരുപ്പാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. ഇതും ഞാൻ ഓഫർ സമയത്ത് ഒരു 185 അത്രയും രൂപയ്ക്കാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. 155 രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത്. 155 രൂപയ്ക്കൊക്കെ ഇത് വേർത്താണ്, നല്ല പ്രോഡക്റ്റ് ആണ്. പക്ഷെ ചിലപ്പോൾ ഞാനിത് 400 രൂപയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം 400 രൂപക്കൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും 400 രൂപക്കൊന്നും ഇതില്ല. എന്നാലും നമ്മൾ ഈ ഓഫറിലെ സമയത്ത് വാങ്ങുവാണെങ്കിൽ ഇത് നല്ല ലാഭത്തിന് കിട്ടും. 155 രൂപയ്ക്കൊക്കെ ഇത് നല്ല ലാഭമാണ്. നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ചെരുപ്പാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചെരുപ്പാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് വോൾ സ്റ്റിക്കർ ആണ്. അപ്പോ ഇതുകൊണ്ടുള്ള ഇതെന്തിനാണെന്ന് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യാം. അപ്പൊ ഇത് വേറൊരു ആവശ്യത്തിന് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. അതെന്തായാലും ഞാൻ വീഡിയോ ചെയ്യാം. അപ്പൊ ഇത് ഒരു റോളിന് 199 രൂപയാണ് ഓഫറുള്ള സമയത്ത് ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞ് 299 രൂപയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇത് 6 മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത്. വിഡ്ത്ത് എന്ന് പറയുന്നത് 45 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇതുപോലുള്ള 3 റോളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഒരു റോളിന് 199 രൂപയാണ്. 3 റോളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് അടുത്ത റേറ്റ്. അപ്പോ ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ 2 ബെഡ്ഷീറ്റ് ആണ്. അപ്പൊ ഞാൻ അത് ഓൾറെഡി യൂസ് ചെയ്ത് തുടങ്ങി. അപ്പൊ അതെന്തായാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ 2 ബെഡ്ഷീറ്റ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഒന്നാമത്തെ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഡിസൈൻ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. ഇതിന്റെ റെഡിൽ ഒരു വൈറ്റ് ലവ് ആണ്. 2 പില്ലോ കവർ ഉണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി ഒറ്റൊന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ 2 പില്ലോ കവർ ഉണ്ട്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പോളി കോട്ടൺ ആണ്. ഇത് കോട്ടൺ
പ്യുവർ കോട്ടൺ അല്ല, എന്നാൽ പ്യുവറായിട്ടുള്ള പോളിസ്റ്ററും അല്ല. പിന്നെ ഈ ചൂട് കൂടുതലൊക്കെ ഉള്ള സമയത്തൊക്കെ ഇത് വിരിച്ചാൽ ചിലപ്പോൾ ചൂടൊക്കെ ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയുള്ളതാണ്. ഞാൻ വാങ്ങിയത് ഓഫറിലാണ്. അതായത് ഒരു ബെഡ്ഷീറ്റിന് 250 രൂപയെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ 250 രൂപയ്ക്ക് എന്തായാലും നല്ല ലാഭമാണ്. ഇപ്പം മഴക്കാലമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടാനും ഈ ഒരു മെറ്റീരിയൽ കുഴപ്പമില്ല, നല്ല മെറ്റീരിയലാണ്, പെട്ടെന്ന് ഉണങ്ങി കിട്ടാനൊക്കെ. വേറെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ 2 പില്ലോ കവറും അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എനിക്ക് തോന്നുന്നു 2 മീറ്ററിൽ കൂടുതൽ ലെങ്ത്തും വിഡ്ത്തും ഉണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ബെഡ്ഷീറ്റ്. അപ്പൊ രണ്ടാമത്തെ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതും ഞാൻ ഭംഗി കണ്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇതും സെയിം മെറ്റീരിയൽ ആണ്, പോളി കോട്ടൺ ആണ്. പക്ഷേ നല്ലൊരു കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ 2 പില്ലോ കവർ ഉണ്ട്. ഇതിന്റെ ലെങ്ത്തും വിഡ്ത്തും സെയിം ആണ്, 2 മീറ്റർ ഈച്ച് ആണ്. അപ്പൊ ഇതും നല്ലൊരു കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ബെഡ്ഷീറ്റ് ആണ്. കുഴപ്പമൊന്നുമില്ല, പ്യുവർ കോട്ടൺ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ മഴക്കാലത്തൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ ഇതുപോലത്തെ ബെഡ്ഷീറ്റൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള രണ്ടാമത്തെ ബെഡ്ഷീറ്റ്. ഇതിനും സെയിം റേറ്റ് ആണ്, 250 രൂപ തന്നെയാണ്. അപ്പോൾ 250 രൂപയ്ക്ക് എനിക്ക് നല്ല ലാഭമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ബെഡ്ഷീറ്റ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഡ്രോയേഴ്സ് ആണ്. അതായത് നമ്മുടെ ഷെൽഫിലെ കബേർഡൊക്കെ ഇല്ലേ, നമ്മുടെ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ സൈഡിൽ പിക്ചർ കൊടുക്കാം. ഒരു പ്ലാസ്റ്റിക് ഡ്രോയേഴ്സ് ആണ്. അപ്പോൾ അത് കുറച്ച് നാളായി ഞാൻ വാങ്ങിയിട്ട്. അപ്പൊ ഞാൻ എന്തായാലും വാങ്ങുന്ന ടൈമുള്ള റേറ്റ് ആയിരിക്കില്ല ഇപ്പൊ ഉള്ളത്. എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഇതാണ് ആ പ്രോഡക്റ്റ്. ഞാനിപ്പോ ഇതിലേക്ക് എന്താ പറയാ, എന്റെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളും എന്റെ കുറെ അങ്ങനെ ആക്രി പീക്രിയൊക്കെയാണ് ഇതിലിട്ടിട്ടുള്ളത്. നമുക്ക് കുട്ടികളുടെ ഈ കളിപ്പാട്ടങ്ങളും അതുപോലെ കുട്ടികളുടെ ഡ്രസ്സും ഒക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഷെൽഫാണ്. നല്ല ഭംഗിയാണ് കാണാൻ, പല കളറ്. അല്ലാതെ ഇതിന്റെ ഒറ്റ കളറ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിത് കുറച്ചുകൂടെ ഭംഗിയായി തോന്നുന്നതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. 5 ബോക്സ് ആണ് ഇതിൽ ഉള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്, നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ട്. ഇത് പാർട്സ് ആയിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇത് അസംബിൾ ചെയ്ത് വെക്കുകയാണ്. അപ്പൊ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. അപ്പൊ ഫൈനലായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു പെർഫ്യൂം ആണ്. ഒരു എൻഗേജ് M1 പെർഫ്യൂം സ്പ്രേ ആണ്. അപ്പൊ ഇതിന്റെ ഒറിജിനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 200 റുപ്പീസ് ആണ്. പക്ഷേ ഞാൻ വാങ്ങുമ്പോഴേ എനിക്ക് തോന്നുന്നു 120 ആ ഒരു റേറ്റിനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ സ്മെല്ലൊന്നും കുഴപ്പമില്ല, ഭയങ്കര നല്ല സ്മെല്ലൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഭയങ്കര നല്ല സ്മെല്ലാണെന്നും പറയാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ എന്താ പറയാ, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവുന്ന സ്മെല്ലൊന്നും അല്ല, ഒരു മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ്. കുഴപ്പമൊന്നുമില്ല. നല്ലൊരു 120 റുപ്പീസിനൊക്കെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതാണ് ഞാൻ അവസാനമായിട്ട് വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ്. അപ്പൊ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു പ്രോഡക്ട്സും എനിക്ക് അങ്ങനെ ഒരു ഡാമേജും ആയിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ ചെരുപ്പ് മാത്രമേ ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിയിട്ടുള്ളൂ. സൈസ് എനിക്ക് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ അത് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങുകയാണ് ചെയ്തത്. അപ്പൊ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ റേറ്റ് കൂടിയിട്ടുണ്ടെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിയ റേറ്റിന് തന്നെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. വേറെ നമ്മൾ എക്സ്ട്രാ ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാം. അപ്പൊ ഞാൻ ചെരുപ്പ് മാത്രമേ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് നല്ല പ്രോഡക്ട്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്, ഒരു ഡാമേജും കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ റിവ്യൂസ് ഒക്കെ നോക്കി വാങ്ങുക. അങ്ങനെ ആകുമ്പോൾ നല്ല പ്രോഡക്ട്സ് തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ തികച്ചും സൗജന്യമാണ്, അതുകൊണ്ട് ഒട്ടും മടിക്കണ്ട. ഇപ്പൊ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഓൾ എന്ന ഓപ്ഷനിൽ ഇട്ട് വെക്കണം. അങ്ങനെ ഇട്ടാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ, ടേക്ക് കെയർ.